എല്ലാവർക്കും നമസ്കാരം. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് SSFിലേക്കുള്ള നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും ഇത് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിച്ചതാണ്. അപ്പോൾ അതിന്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ വീഡിയോ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് വെച്ചാൽ SSF മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജോബാണ്. അപ്പോൾ നല്ലൊരു ജോബ് തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ജോബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. കോൺസ്റ്റബിൾ പോസ്റ്റുകളാണ്. ബാർബർ ഉണ്ട്, വാഷർമാൻ ഉണ്ട്. ഈ രണ്ട് പോസ്റ്റിലേക്കാണ് വാക്കൻസികൾ. മെയിൽസിന് മാത്രമാണ്, ആൺകുട്ടികൾക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ ടെമ്പററി പോസ്റ്റുകളാണ്. താൽക്കാലിക നിയമനം മാത്രമാണ്. സ്ഥിരമാക്കാനും സാധ്യതയുണ്ട്. അപേക്ഷ തുടങ്ങിയത് കാണാം 30 മാർച്ച് മുതൽ ഏപ്രിൽ 28 വരെ സമയം കിട്ടുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കോൺസ്റ്റബിൾ ബാർബർ 3 വാക്കൻസി, കോൺസ്റ്റബിൾ വാഷർമാൻ 7 വാക്കൻസി. ഒരു വാക്കൻസി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ കൂടാം. ഇനി സാലറി പാക്കേജ് 19,900 ആണ് ബേസിക് പേ വരുന്നത്. അതിൻ്റെ കൂടെ അലവൻസുകളും കിട്ടും. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. 63,200 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റ് തന്നെയാണ്. കോൺസ്റ്റബിൾ ബാർബറിലേക്കും വാഷർമാനിലേക്കും രണ്ടിലേക്കും നിങ്ങൾക്ക് 10ാം ക്ലാസ്സാണ് യോഗ്യത വരുന്നത്. ഏജ് ലിമിറ്റ് 18 to 23 വയസ്സ് വരെയാണ് പറയുന്നത്. 28 ഏപ്രിൽ 2026 അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വയസ്സ് കണക്കാക്കേണ്ടത്. 29 ഏപ്രിൽ 2003 ശേഷം 29 ഏപ്രിൽ 2003 മുതൽ 28 ഏപ്രിൽ 2008 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇടയിൽ ജനിച്ച എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ SC കാരാണെങ്കിൽ 5 വർഷം, OBC കാരാണെങ്കിൽ 3 വർഷം വരെ ഇളവ് കിട്ടുന്നുണ്ട്. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെതായ ഇളവുകൾ, ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അതും കിട്ടുന്നുണ്ട്. ഹൈറ്റ് മിനിമം വേണ്ടത് 170 സെന്റിമീറ്റർ ആണ്. ചെസ്റ്റ് 80 സെന്റിമീറ്റർ നോർമൽ വേണം. 85 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റ് തന്നെയാണ് വേണ്ടത്. മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, പിന്നെ കളർ വിഷൻ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്ന തന്നെയാണ്. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് itbp.nic.in ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC കാർക്കും എക്സ് സർവീസ്മാനും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ പേയ്മെന്റ് അടയ്ക്കണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്യുക, 28 ഏപ്രിലാണ്. അതിന് മുന്നേ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ്. പിന്നെ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് വരുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിൽ ഇവന്റുകൾ കാണാം. 1600 മീറ്റർ റണ്ണിങ്, 7 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. ലോങ് ജമ്പ് 11 ഫീറ്റും ഹൈ ജമ്പ് 3.5 ഫീറ്റാണ് ചാടേണ്ടത്. ഈ ഒരു ഫിസിക്കലിന് മാർക്ക് വരുന്നില്ല. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു, ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റ് മെഷർമെന്റ് ആയിരിക്കും. അതിനുശേഷം റിട്ടൺ എക്സാം വരുന്നുണ്ട്. 50 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. ഈ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും കഴിഞ്ഞാൽ റിട്ടൺ എക്സാം ആണ്. രണ്ടും ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ റിട്ടൺ എക്സാം. 50 മാർക്കിന്റെ പരീക്ഷ. OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മണിക്കൂറാണ് സമയം കിട്ടുന്നത്. ജനറൽ അവയർനെസ്, ജനറൽ നോളജ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കിനും, നോളജ് ഓഫ് എലമെന്ററി മാത്തമാറ്റിക്സ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിനും, അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് പാറ്റേൺ 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കിനും, ബേസിക് നോളജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷനിലാണ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ് പരീക്ഷ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. അത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് കോൺസ്റ്റബിൾ ബാർബർ ആയതുകൊണ്ട് ബാർബർ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഹെയർ കട്ടിംഗ് ടെസ്റ്റ് 20 മാർക്ക്, ബോഡി ഹെഡ് മസാജ് 15 മാർക്ക്, പിന്നെ ടൂൾസ് മെഷീന്റെ നോളജും കാര്യങ്ങളൊക്കെ 15 മാർക്കിന് വരുന്നുണ്ട്. വാഷർമാൻ പോസ്റ്റിലേക്കും ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് ക്ലോത്ത്, വാഷിംഗ് ക്ലോത്ത്സ് 15 മാർക്ക്, അയൺ ചെയ്യുന്നത് 10 മാർക്ക്, ഡ്രൈ ക്ലീനിങ് 10 മാർക്ക്, പിന്നെ അതിന്റെ നോളജും കാര്യങ്ങളൊക്കെ അറിയുന്നൊരു 15 മാർക്കിന് അതും കണ്ടക്ട് ചെയ്യും. അങ്ങനെ 50 മാർക്കിന്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഇത് യൂണിഫോം പോസ്റ്റ് ഒന്നുമല്ല, ബാർബർ വാഷർമാൻ പോസ്റ്റാണ്. പക്ഷെ നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അതിനുശേഷം മെറിറ്റ് ഇടും. പിന്നെ ഫൈനൽ ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം പിന്നെ മെഡിക്കൽ എക്സാമും പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ഫുള്ളായിട്ട് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.